ഹലോ, ഇന്ന് നമ്മൾ ആലപ്പുഴ ബീച്ചിലാട്ടോ നമ്മുടെ മറൈൻ വേൾഡ് കാണാൻ വന്ന. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പോ ഇല്ലേ, മറൈൻ വേൾഡ് എക്സ്പോ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. നല്ല ചൂടായിരുന്നു ബീച്ച്. പിന്നെ നല്ല ചൂടാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ ഉച്ചയായപ്പോൾ വന്നു, കാരണം ഭയങ്കര തിരക്കായിരിക്കും എന്ന് കേട്ടു. 28-ാം തീയതി വരെ നീട്ടി തിരക്ക് കാരണം എന്നൊക്കെ കേട്ടുകൊണ്ട് മടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്ത് പോരാ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ വന്നപ്പോൾ നല്ല ചൂട്, 2:15 ആയപ്പോഴത്തേന് ഞങ്ങൾ വന്നു. ഭയങ്കര ആളെ പ്രതീക്ഷിച്ച് വന്ന ആ ഉച്ച സമയമായിട്ടായിരിക്കാം അവിടെ വലിയ ആളില്ലായിരുന്നു കേട്ടോ. അതൊരു സമാധാനം പോലെ തോന്നി. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ആളേ ഉള്ളൂ. ഒരുപാട് തിക്കും തിരക്കും ബഹളവും ഒന്നും ഇല്ലായിരുന്നു. കുഞ്ഞിനെ കൊണ്ടൊക്കെ തിക്കും തിരക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയല്ല ചെന്നത്. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ടിക്കറ്റൊക്കെ എടുക്കാൻ. പിന്നെ ചേട്ടനും ചേച്ചിയും പിള്ളേരൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെ അവരെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. ഒരു വലിയ മീൻ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്ന പോലെയാണ് കേട്ടോ നമ്മൾ എൻട്രൻസ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു വലിയ മീൻ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്ന പോലെ തോന്നും. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ ഉണ്ട്, വെളിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ പാട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ, വെളിയിൽ പാട്ടൊക്കെ കേട്ടു. അപ്പോൾ നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ കുറേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും റോക്കറ്റ്സും അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുഞ്ഞുങ്ങൾ അവളുമാർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അവളുമാരെയൊക്കെ വെച്ചിട്ട്. പാറുവാണെങ്കിലും ആൻവിക്കുട്ടിയെ കണ്ടപ്പോൾ തൊട്ട് എടുത്തുകൊണ്ട് നടക്കാനുള്ള ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവൾ കിട്ടുമ്പം തൊട്ട് ഇങ്ങനെ പുറകെ നടക്കുക. എൻ്റെ ആണെങ്കിലും പുറകെ കിടക്കുക, ചിറ്റേൻ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവളിങ്ങനെ കുറച്ച് നേരം എടുത്ത് പിടിച്ചുകൊണ്ടൊക്കെ നിന്നു. അത് കഴിഞ്ഞ് കയറുമ്പോഴത്തേന് കുറേ ആനിമൽസ്, ഭയങ്കര സൗണ്ട് കേട്ടോ. ആനിമൽസിൻ്റെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ ഒച്ചയും ആനയൊക്കെ അലറുന്ന പോലത്തെ ഒച്ചയൊക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേന് കാര്യം ശരിയാ, ആനിമൽസാണ്. അവൾ കാർട്ടൂൺ കാണുന്നൊക്കെയാണെന്ന് പറഞ്ഞാലും ആൻവിക്കുട്ടി നല്ലപോലെ പേടിച്ച് അവൾ ചേട്ടൻ്റെ കയ്യിലിങ്ങനെ ഇറങ്ങി തോളിലോട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. കുറേ ആനിമൽസ് ഉണ്ട്, കുറേ സീബ്ര, ലയൺ, അങ്ങനെ കുറേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാട്ടിൻ്റെ അകത്തോട്ട് ചെല്ലുന്ന പോലെ നമുക്കിങ്ങനെ തോന്നും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക്, കുറച്ചുകൂടെ പ്രായമുള്ള പിള്ളേർക്കൊക്കെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവൾക്ക് പേടിയായിരുന്നു കേട്ടോ, ഭയങ്കര പേടിയായിരുന്നു ഇവൾക്ക് അത് കണ്ടപ്പോഴത്തേന്. പിന്നെ ചില ആനിമൽസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ആദ്യമൊന്നും കുഴപ്പമില്ല, ഇങ്ങനത്തെ ചെറുതേതിനെ കാണുമ്പോൾ ആന അലറുന്നൊക്കെ കണ്ടപ്പോഴത്തേന് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് പേടി വന്നു. പേടിക്കണ്ട്, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണതാ. പേടിക്കണ്ട, അതൊക്കെ ചുമ്മാ ഇനിയാണ് നമ്മുടെ മീനുകളുടെ ലോകം. എൻ്റെ പൊന്നേ, എന്തോരം മീനാണോ എനിക്കറിയാൻ മേല. ഒത്തിരി മീൻ, എനിക്ക് പേരൊന്നും അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ നിറച്ച് മീൻ ഇങ്ങനെ കൂട്ടമായിട്ടും ഒറ്റയ്ക്കായിട്ടും ഒക്കെ. പിന്നെ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അങ്ങോട്ട് ചെന്നിട്ട് കുറേ വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, ഇതൊന്നും നടക്കില്ല. കാരണം അതിൻ്റെ അകത്ത് അത്യാവശ്യം ആളുണ്ട്. അവരിങ്ങനെ തട്ടി മുമ്പോട്ട് കണ്ടുപോകാമെന്നല്ലാതെ നമുക്കിങ്ങനെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ കണ്ടു, 1-2 പേരുടെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു, ഫോട്ടോസ് ഒന്നും നടക്കില്ല. ഞാൻ ഈ വീഡിയോ തന്നെ എടുത്തു ഒരു വിധത്തിലാണ്. അങ്ങനെ നോക്കി പോകുമ്പോൾ ഒരു മനുഷ്യൻ അതിനകത്തൂടെ ഇങ്ങനെ നീന്തി നടക്കുന്നു. പിന്നെ പുള്ളി കുറേ ടാറ്റായൊക്കെ തന്ന് അതിനകത്തുണ്ട് കേട്ടോ, ഇങ്ങനെ കിടപ്പുണ്ട്. എങ്ങനെ അതിനകത്ത് കിടക്കുന്നു എനിക്കറിഞ്ഞുകൂടാ. ഭയങ്കര പാടായിരിക്കുമല്ലേ അതിനകത്ത് ഇങ്ങനെ കിടക്കാനായിട്ട്. തിങ്ങി നിറങ്ങി ഒരുപാട് സ്പേസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ സ്പേസും ഇല്ല, പുള്ളി എങ്ങനെ കിടക്കുന്നതാണ്. പുള്ളി കുറേ ടാറ്റയൊക്കെ തന്നിട്ട് ഞങ്ങളങ്ങ് പോയി. പിന്നെ ഇതിങ്ങനെ 2 സൈഡിലായിട്ട് കുറേശ്ശെ ഇങ്ങനെ സ്പേസിലിങ്ങനെ കുറേ മീനുകളുണ്ട് കേട്ടോ. കുറേ വെറൈറ്റി ഒരുപാടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് കണ്ടൊക്കെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഒരു അക്വേറിയത്തിൻ്റെ ഒക്കെ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്ന പോലെ കുറേ മുമ്പോട്ട് അങ്ങനെ തന്നെ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോഴാണ് നമ്മുടെ വാട്ടർ ടണൽ, അതായത് നമ്മൾ ഫുള്ളൊരു കടലിനടിയിൽ, അതേപോലെ വെള്ളത്തിനടിയിൽ നിൽക്കുന്ന പോലൊരു ഫീൽ കിട്ടുന്നൊരു അക്രലിക് വാട്ടർ ടണൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അതിൻ്റെ അകത്ത് ഫുള്ള് ചുറ്റിനും വെള്ളത്തിനകത്ത് നിറയെ മീനുകൾ. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. എത്ര നേരം വേണേലും നമുക്കവിടെ നിൽക്കാം. അൻവിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളാട്ടോ. അതിനകത്ത് വലിയ മീനുകളൊക്കെ ഉണ്ടായിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീനാട്ടോ ഈ ഒരു കുഞ്ഞു കളറ് മീനുകൾ.
അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, എൻ്റെ അവളെ തൊടാനൊക്കെ നോക്കിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാണ്. അവൾ ഭയങ്കര പേടിച്ച് നിൽക്കുക. വലിയ മീനുകൾ, ഇതിൻ്റെയൊക്കെ പേരെന്നതായിരുന്നു, ആ പേരൊന്നും അറിയാൻ മേല, എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഭയങ്കര ആളായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ വെളിയിൽ ആൾ ഇല്ലെന്ന് പറഞ്ഞാലും അകത്ത് കയറിയപ്പോൾ നല്ല ആളുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് മീനാണോ എന്തോ. അപ്പോൾ നമുക്ക് ഭയങ്കര ചൂടുമായിരുന്നു. AC ഒക്കെ അവർ വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ലായിരുന്നു. കാരണം ആളെ തട്ടിയിട്ട് നമുക്ക് ചൂട് പുകച്ചിലൊക്കെ എടുക്കുമായിരുന്നു അതിനകത്ത് നിന്നിട്ട്. പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ച് മീനുകൾ ഇങ്ങനെ തന്നെ, മീൻ, ഞണ്ട്, അങ്ങനെ കുറേ കടലിലുള്ള പലതരം മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ സ്റ്റോളുകളും കാര്യങ്ങളും, കടകൾ, നമ്മൾ കമ്മൽ, മാല, വള, പിന്നെ വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ, ഫർണിച്ചർ, അങ്ങനെ കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ വെളിയിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുറേ കളിക്കുന്ന മറ്റേ നമ്മുടെ കറങ്ങുന്ന ഊഞ്ഞാൽ, മറ്റേ അതിന് പേരൊക്കെ എന്തുവാണോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ടോയ്ലറ്റ്സ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര നീറ്റ് കാര്യങ്ങളൊന്നും അല്ലെങ്കിലും നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, ആൾക്കാരെ നിയന്ത്രിക്കാമായിരുന്നു. കാരണം ഭയങ്കര തിരക്ക്, അതിനകത്ത് പുഴുങ്ങുവാണ് നമ്മളപ്പം. ഒന്നുകിൽ ടിക്കറ്റ് എടുത്തിട്ട് കയറുന്ന, ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്ന സൗകര്യമോ, അല്ലെങ്കിൽ ലിമിറ്റഡായിട്ട് ഇത്ര പേരെ അതിനകത്തോട്ട് കയറ്റി വിടുകയുള്ളൂ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്യുമായിരുന്നു. പക്ഷെ ഭയങ്കര പുഴുങ്ങലായിരുന്നു. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് അതിനകത്ത് തോന്നി. കാരണം നമ്മളൊക്കെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വെളിയിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി കേട്ടോ. അല്ലാതെ എനിക്ക് വേറെ നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. കാണാനും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മീനുകളും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഇതുവരെ ജീവിതത്തിൽ ഇനി കാണാൻ പോലും പറ്റുമോ എന്നറിയാൻ മേലാത്ത കുറേ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയി. ബീച്ചല്ലേ, പിള്ളേരല്ലേ. പിന്നെ ഞങ്ങൾ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ബജിയും ചായയും ഒക്കെ കുടിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം നമ്മൾ അന്നേരത്തിന് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സ് മസ്റ്റായിട്ടും ചെയ്യണം പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ.